ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം 1 മുതൽ 41 വരെ. ഉൽപ്പത്തി 36 1 മുതൽ 41 വരെ. ഏദോം എന്ന ഏശാവിന്റെ വംശപരമ്പര ആയത്. ഏശാവ് വിദ്യനായ ഏലോമിന്റെ മകൾ ആദാ, ഇബീനായ ശിബയോന്റെ മകളായ അനയുടെ മകൾ ഓഹലിബ എന്നീ കനന്യ കന്യകമാരെയും ഇസ്മയേലിന്റെ മകളും നബയോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദാ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് യെരുവേലിനെ പ്രസവിച്ചു. ഒഹോലിബാമ യെയൂഷിനെയും യലാമിനെയും കോരകിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയായിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് ശേയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. ശേയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശപരമ്പരയാവിത്. ഏശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ. ഏശാവിന്റെ ഭാര്യയായ അതയുടെ മകൻ എലീഫാസ്. ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ യെയൂവേൽ. എലീഫാസിന്റെ പുത്രൻ തേമാൻ, ഓമാർ, സെഫോ, ഗദാം, ഗനാസ്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ. യെരുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. ഇവർ ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. ശെബയോന്റെ മകളായ അനയുടെ മകൾ ഒഹോലിബാമെ എന്ന ഏശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആകയാൽ ആരെന്നാൽ അവൾ ഏശാവിന് യൂരുസ്, യലാം, ഓരക് എന്നിവരെ പ്രസവിച്ചു. ഏശാവിന്റെ പുത്രന്മാരിലെ പ്രമുഖന്മാർ ആരെന്നാൽ ഏശാവിന്റെ ആദിയാതൻ എലിഫാസിന്റെ പുത്രന്മാർ ഒമാർ പ്രഭു, സെഫോ പ്രഭു, കനാസ് പ്രഭു, കോരക് പ്രഭു, ഗദാം പ്രഭു, അമാലോ പ്രഭു. ഇവർ ഏതാൻ ദേശത്ത് എബേസിയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദിയുടെ പുത്രന്മാർ. ഏശാവിന്റെ മകനായ യെയൂവേലിന്റെ പുത്രന്മാരാരെന്നാൽ നഹാത്ത് പ്രഭു, സേരക് പ്രഭു, ഷമ്മ പ്രഭു, മിസ പ്രഭു. ഇവർ ഏതാൻ ദേശത്ത് യെയൂവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. ഏശാവിന്റെ ഭാര്യയായ ഓഹോബാമയുടെ പുത്രന്മാരാരെന്നാൽ യെയൂസ് പ്രഭു, യലാം പ്രഭു, ഗോരഖ് പ്രഭു. ഇവർ അനയുടെ മകളായി ഏശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഓര്യനായ ശേയീരിന്റെ പുത്രന്മാരായി ദേശത്തിന്റെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ ലോതാൻ, ശോബാൻ, ശെബയോൻ, ആന, മീശോൻ, യസർ, ദീഷാൻ. ഇവർ ഏദോം ദേശത്തുള്ള ശേരിയലിന്റെ പുത്രന്മാരായ ഓര്യ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഏമാമുമായിരുന്നു. ലോതാന്റെ സഹോദരി സിംന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ അൻവാർ, മാഹത്ത്, യബാൻ, ഷെഫോ, ഒനാം. ശിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ ശിബയോന്റെ കഴുതകളെ നയിക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദശോനും അനാവിന്റെ മകൾ ഓയിലബാമയുമായിരുന്നു. ദിശോന്റെ പുത്രന്മാരാരെന്നാൽ ഓദാൻ, യശ്ബാൻ, ഇത്രാൻ, കരാൻ. യശരിയോവിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൽ, അക്കാൻ. ദിശാന്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു. ഓരി പ്രഭുക്കന്മാരാരെന്നാൽ ലോതാം പ്രഭു, ശോഭാൻ പ്രഭു, ശെബയോൻ പ്രഭു, അനാ പ്രഭു, മിശോൻ പ്രഭു, യസർ പ്രഭു, ദിശാൻ പ്രഭു. ഇവർ ശേയീർ ദേശത്ത് ബാണ ഓര്യ പ്രഭുക്കന്മാർ ആയിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് ബാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്ന പേർ. ബേല മരിച്ച ശേഷം
ബസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാവ് അവന് പകരം രാജാവായി. യോബാവ് മരിച്ച ശേഷം സാമാന്യ ദേശക്കാരനായ ആശാം അവന് പകരം രാജാവായി. ഊഷാം മരിച്ച ശേഷം മോവാബും സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്ന് പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള യഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹനാൻ അവന് പകരം രാജാവായി. അക്ബോരിന്റെ മകനായ ബാൽഹനാൻ മരിച്ച ശേഷം ബദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് ബാവു എന്ന് പേർ. അവന്റെ കൈ ഭാര്യയ്ക്ക് യഹോബേൽ എന്ന് പേർ. അവൾ മോസാബിന്റെ മകളായ മിത്രേദിന്റെ മകൾ ആയിരുന്നു. വംശമായും ദേശമായും പേരുപേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത്: തിമ്നാ പ്രഭു, അൻവാ പ്രഭു, യഥേത് പ്രഭു, ഒഹോലിബാമ പ്രഭു, ഏലാ പ്രഭു, പീനോൻ പ്രഭു, എലാസ് പ്രഭു, തോമാൻ പ്രഭു, നിസാൻ പ്രഭു, നിബ്സാൻ പ്രഭു, മിഷേൽ പ്രഭു, യുരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശ ദേശത്തും വാസ്ഥലങ്ങളുമാണ് ഏദോമ്യ പ്രഭുക്കന്മാരായിരുന്നു ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ഇവിടെ വിശുദ്ധ വേദഭാഗഭാഗം വായിച്ച് അവസാനിക്കുന്നു.